ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മത തീവ്രവാദ ഭരണാധികാരി ഒരു തരത്തിൽ മോദിയേക്കാൾ കൂടുതൽ യോഗി ആദിത്യനാഥ് എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ ഇത്രത്തോളം മത തീവ്രവാദം പടർത്താനും മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കൊന്നൊടുക്കി ചോര കുടിക്കാനും ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന മറ്റൊരു ഭരണാധികാരി മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി അധികാരമൊഴിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് യോഗി ആദിത്യനാഥിന്റേത് തന്നെയാണ്. യോഗി ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ ജീവിതവും കഷ്ടപ്പാടും ദുരിതവും നമുക്ക് മുന്നിൽ ഉദാഹരണമായി നിൽക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ ഇത്തരമൊരു നിലപാടുണ്ടാകാനുള്ള സാധ്യതകൾ പുറത്തു വരുന്നത്. ഹിന്ദു മതത്തിന് മാത്രം അംഗീകരിക്കുകയും മറ്റു മതവിഭാഗങ്ങളെ കൊന്നൊടുക്കി ഉന്മൂലനം ചെയ്ത് ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ യോഗി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒഴികെയുള്ള മതവിഭാഗങ്ങളെല്ലാം തന്നെ രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഉത്തരേന്ത്യയിൽ നിരവധി കലാപങ്ങളും പ്രക്ഷോഭങ്ങളും കൊല്ലും കൊലയും ഒക്കെ നടന്നിട്ടും യോഗി പിന്നെയും അധികാരത്തിൽ വരുന്നതും യോഗിയുടെ അധികാര കസേരയ്ക്ക് ഈ നിമിഷം വരെയും ഒരു സ്ഥാനഭ്രംശം സംഭവിക്കാത്തതും അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പിടിപാട് എത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്ന കാര്യം എളുപ്പത്തിൽ നടക്കുമെന്നാണ് BJP നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് അമിത്ഷായുടേത്. BJP രാഷ്ട്രീയത്തിൽ കുശാഗ്ര ബുദ്ധിക്ക് പേരുകേട്ട ആളാണ് അമിത്ഷാ. നരേന്ദ്രമോദി പരോക്ഷമായിട്ടാണ് ഇന്ത്യയിൽ മത തീവ്രവാദം പടർത്തുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്തത് എങ്കിൽ യോഗിയുടെയും അമിത്ഷായുടെയും കാര്യം അങ്ങനെയല്ല. മറ്റൊന്നിനെയും ജനങ്ങളുടെ വികാരത്തെ പോലും മാനിക്കാതെ കായിക ബലത്തിലൂടെ അധികാരം പിടിച്ചെടുത്തു വച്ചുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് രണ്ടുപേരും. പ്രത്യക്ഷത്തിൽ ഹിന്ദുമതത്തിനെയാണ് ഇവർ അനുകൂലിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത് എന്നത് ഒരു കാര്യം. മറ്റൊരു വശം ചിന്തിച്ചാൽ ഹിന്ദുമതത്തിൽ തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് പരിഗണന ലഭിക്കുമ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അംഗീകരിക്കാതെ ഇല്ലാതാക്കുന്ന മനോഭാവം തന്നെയാണ് BJP പ്രസ്ഥാനത്തിനുള്ളത്. ഇവർ രണ്ടിൽ ആരെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യയിൽ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാം. മോദി അധികാരം കൈമാറുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നത് കൂടി തന്നെയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം മോദി ഭരണത്തിന് കീഴിൽ അടിമപ്പെട്ടു കഴിയുമ്പോഴും അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് ഇപ്പോഴും മോദി ഭരണത്തിന് നനവുള്ള മണ്ണായി തീരാത്തത് കേരളമാണ്. അതിന് കേവലം രാഷ്ട്രീയ ചിന്തയും ബോധവും ബുദ്ധിയും മാത്രം പോരാ, ഒരു കോർപ്പറേറ്റിന്റെ ബുദ്ധി കൂടി ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിടത്തു നിന്നാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു നല്ല സൈന്യാധിപനെ കേരളത്തിലേക്ക് ഇറക്കിയത്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളുടെയും നാവ് കൂടി വിലയ്ക്ക് വാങ്ങാൻ BJP രാഷ്ട്രീയത്തിന് കഴിഞ്ഞു. ഇതോടുകൂടി ഉത്തരേന്ത്യയിൽ അടക്കം മോദിയുടെയും BJPയുടെയും നേതാക്കന്മാരുടെ അഴിമതികളും അക്രമങ്ങളും എത്ര കണ്ട് പൊതുജനത്തിലേക്ക് കൃത്യമായി എത്തുമെന്ന കാര്യം ഉറപ്പില്ല. മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ പൊലിപ്പിച്ചു കാട്ടിയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞും വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുക വഴി ജനങ്ങൾക്കിടയിൽ മോദി സർക്കാരിനുള്ള ദുഷ്പേര് മാറ്റിയെടുക്കാനും രാജീവ് ചന്ദ്രശേഖറിന് നിഷ്പ്രയാസം കഴിയും. ഇതൊക്കെ ഇന്ത്യയുടെ പരമാധികാരിയായി മാറുന്നതിന് യോഗിക്കോ അല്ലെങ്കിൽ അമിത്ഷാക്കോ വളരെ ഗുണകരമാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. മോദി അധികാരം ഒഴിഞ്ഞാൽ ആരെന്ന ചർച്ചകൾക്ക് ചൂട് പിടിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതവും ഉമിത്തിയിലെ പോലെ ചൂടേറിയതാകുമെന്ന കാര്യം ഉറപ്പായി.